വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ഇൻസ്പയർഡ് ഫ്രം എ ബുക്ക് വൈൻലാൻഡ്. എനിക്ക് ഉറപ്പാണ് ഡയറക്ടർ ഈ ഒരു ബുക്ക് വായിച്ചപ്പോൾ അല്ലെങ്കിൽ കഥ കേട്ടപ്പോൾ തന്നെ ഉറപ്പിച്ച് കാണും ഡികാപ്രിയോ തന്നെ മതി ഈ ഒരു സിനിമയ്ക്ക്. ഇങ്ങനത്തെ കോംപ്ലക്സ് അല്ലെങ്കിൽ ഭയങ്കര വൾണറബിൾ ആയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നു ഈ ഡികാപ്രിയോനെ വല്ല വേറൊരു ആക്ടറിലാണ് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഈ ഒരു സിനിമയിലും ആൽക്കഹോളിക് ഡ്രഗ് അഡിക്റ്റ് ആയ ഒരു ഫാദറിന്റെ ക്യാരക്ടർ അത് വേറെ ലെവലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും ആ ഒരു ക്യാരക്ടർ ഇമോഷൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സിനിമയിലും കുറെ സീൻസ് ഒക്കെ വേറെ ലെവലാവണത് ഇങ്ങനെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് വാട്ട് ടൈം ഇസ് ഇറ്റ് എന്ന് ചോദിക്കുന്ന സീക്വൻസ് ആണ്. അത് നോക്കി വെച്ച് നമ്മൾ ഇരുന്ന് ചിരിക്കും. അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 2.25 മണിക്കൂർ ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, ഒരു രീതിയിൽ പോലും ബോറടിപ്പിക്കില്ല. ഇങ്ങനെ എൻഗേജ് ചെയ്ത് ഇരുത്തും. ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. മോള് പോയതിനു ശേഷം അച്ഛൻ മോളെ തേടിയുള്ള യാത്രയാണ്, ഒരു റൈഡാണ് ഈ ഒരു സിനിമ. അത് വളരെ വ്യത്യസ്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇന്റൻസ്, ഭയങ്കര റോ ആയിട്ടാണ് ഇതിന്റെ കംപ്ലീറ്റ്ലി ഫിൽം മേക്കിംഗ്. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ തോമസ് ആൻഡേഴ്സന്റെ ഫിൽമോഗ്രഫി ഞാൻ നോക്കിയിട്ട് ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. കേട്ട സിനിമകളാണെങ്കിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഓർത്ത് നല്ല വിഷമായി. ഇമ്മാതിരി ഫിൽം മേക്കിംഗ്, ഒട്ടുക്കത്തെ പ്രസന്റേഷൻ. അപ്പൊ ഏതായാലും ബാക്കി സിനിമകളിൽ ഇരുന്ന് കാണാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം. ഭയങ്കര ബ്രില്യൻ ഡയറക്ടർ തന്നെയാണ് പോൾ തോമസ് ആൻഡേഴ്സൺ. എനിക്ക് ഈ സിനിമയിലൂടെ തന്നെ മനസ്സിലായി. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്റ്റ വിഷൻ ക്യാമറാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നേ യൂസ് ചെയ്ത് ബ്രൂട്ടൽസ് എന്ന സിനിമയിലായിരുന്നു. എന്താണെന്നറിയില്ല, ആ ഒരു ക്യാമറയ്ക്ക് ഒരു വല്ലാത്ത പ്രത്യേകതയാണ്. ഓരോ സീൻ, ഓരോ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് കൺവേ ചെയ്യും ആ ഒരു ക്യാമറയിലൂടെ. ആ ഒരു ക്യാമറ പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ അറിയണം. അത് ബ്രൂട്ടൽസിന്റെ ഡയറക്ടർ നന്നായിട്ട് അറിയായിരുന്നു, പോൾ തോമസ് ആൻഡേഴ്സനും നന്നായിട്ട് അറിയാമെന്ന് മനസ്സിലായി. ഈ ഒരു സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു അത്യാവശ്യം ഒരു റോഡ് സീക്വൻസ് ഉണ്ട്, അത്യാവശ്യം ലോങ് ആണ്. നമ്മൾ ചില റൈഡിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു വയറിൽ ഇങ്ങനെ പേടി വരില്ല, ഇങ്ങനെ താഴത്തോട്ട് പോകുമ്പോൾ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ആ റോഡ് സീക്വൻസ് തരും. ഒന്ന് ആലോചിച്ച് നോക്കി, അതൊക്കെ വിസ്റ്റ വിഷൻ ക്യാമറയുടെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിയുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ മാജിക് ആണെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് തോന്നുവാണെങ്കിൽ. പിന്നെ ഇതിന്റെ മ്യൂസിക് നമ്മൾ ആദ്യത്തെ സീനിൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യും, ഒരു എപ്പിക് ക്ലാസിക് ഫീലാണ് കിട്ടുന്നത്. ഈ ഒരു വളരെ ഡിഫറെന്റ് ആയ ത്രില്ലറിനെ വേറെ ലെവലാക്കുന്നതിന്റെ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൂടെ തന്നെ ഒരു വലിയ പങ്ക് വെച്ചിട്ടുണ്ട്. ഡികാപ്രിയോയുടെ കൈൻഡ് ഓഫ് ഫിലിംസും അല്ലെങ്കിൽ വളരെ സ്റ്റോറി ഓറിയന്റഡ്, വളരെ പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയ്ക്ക് ഇഷ്ടമാണ്. യു വിൽ ലവ് ദിസ് മൂവി അ ലോട്ട്. എനിക്ക് 2.25 മണിക്കൂർ ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, ഒരു എഡ്ജ് ഓഫ് എ സീറ്റ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ സമ്മാനിച്ചത്. ഭയങ്കര രസമുള്ള ഒരു സിനിമ. ഐമാക്സ് സ്ക്രീൻസിന് വേണ്ടിയാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ ഐമാക്സ് അല്ലെങ്കിൽ PXL അല്ലെങ്കിൽ ഏറ്റവും നല്ല തിയേറ്റർ തന്നെ പോയി ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക. മസ്റ്റ് വാച്ച്.